ഭയങ്കര ഫാൻസർ. മൈക്ക് ഇപ്പൊ പോയി. അയ്യോ ഇത് സെന്റ് മേരീസ് പക്ഷെ ഞാൻ പക്ക ഇൻട്രോവേർട്ടായിരുന്നു. പക്ക ഇൻട്രോവേർട്ട്. 8ാം ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് കണ്ടതാ ഇൻട്രോവേർട്ടിനെ. അല്ല, ആ സമയത്താണ് ഞാൻ മാറിയത്. ഇൻട്രോവേർട്ട് മാറിയത് പക്ഷെ ഞാൻ 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേ ബാൻഡ് ട്രൂപ്പിൽ കയറുന്നു. ബാൻഡ് ട്രൂപ്പിൽ കയറി 7ാം ക്ലാസ് പകുതിയൊക്കെ ആകുമ്പോഴേ ഞാൻ ബ്ലസ്സിനെ പരിചയപ്പെടുന്നത്. ഇവനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആ ഇൻട്രോവേർട്ട് ഞാൻ അങ്ങ് മാറി. പിന്നെ അരവിന്ദ് കൂടെ വന്നപ്പോ മതിയായി. അയ്യോ, അരവിന്ദ്, മറ്റേ അഭിഷേക്, പിന്നെ എന്റെ കൂടെ ആകാശം എന്ന് പറഞ്ഞെടുത്തുണ്ടായിരുന്നു. ആകാശം എടുത്തല്ലോ, ആകർഷം എന്ന് പറഞ്ഞെടുത്തുണ്ടായിരുന്നു. അവൻ ആകർഷ് പക്ഷെ കുറച്ച് അവ എക്സ്ട്രോവേർട്ട് അല്ല ഇൻട്രോവേർട്ട് ഒന്നുമില്ല. അംബിവേർട്ട്. സെന്റ് മേരീസിന്റെ കഥ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ബോറായെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ക്ലാസിന്റെ ടൈമൊക്കെ കുറച്ചൊന്നാണ് സത്യം. നമ്മളെ പഠിക്കുമ്പോ 4 ക്ലാസ് നല്ല രസമായിരുന്നു. നമ്മളിറങ്ങിയപ്പോ റിഫിൽ കേട്ടിക്കോ. തീരാറായോ ഇതൊക്കെ ഇവിടെ തീരെ അല്ല, എന്തായാലും ചൂടുണ്ട്. അത് ഫ്ലാസ്കിനകത്തില്ല. ആണെങ്കിൽ ഒന്നുകൂടെ ചൂടാ വേണ്ട. അങ്ങനെ പിന്നെ അഭിഷേകും നമ്മളെ സെയിം ഒരു നമ്മളെ വൈബിനനുസരിച്ച് ഒരാളെ കിട്ടിയാൽ പിന്നെ നമ്മൾ വിടാൻ പാടില്ല. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. അത് വേറൊരു രസമാണ് ആ വൈബിനനുസരിച്ച് ഒരാളെ കിട്ടുന്നത്. ഞാൻ 8ൽ എന്താണ് അങ്ങോട്ടൊന്ന് 7 വരെ സെന്റ് തോമസിൽ CBSE പഠിച്ചിട്ട് 8ലാണ് അങ്ങോട്ടൊന്ന് സ്റ്റേറ്റ് സിലബസ് എടുത്തത്. അയ്യോ, എനിക്ക് 6ാം ക്ലാസ്സിൽ സാറുണ്ടായിരുന്നു, ഷാജി എന്ന് പറഞ്ഞ. അറിയാമോ? കണ്ടിട്ടുണ്ട്. നല്ല മെലിഞ്ഞിട്ട് പൊക്കമുള്ളത്. അയ്യോ, അവിടെയുള്ള സാറാണ് ഞാൻ കാണാത്തത്. അങ്ങേര് അടിക്കും ഇമ്പോസിഷന്. എന്നുവെച്ചാ അയാള് പഠിപ്പിക്കണേന്ന് വെച്ചാ ടെക്സ്റ്റ് തന്നെയാണ് നോട്ട്. അതാണ് അയാളുടെ. എന്ന് വെച്ചാൽ നമ്മള് ടെക്സ്റ്റില് ഒരു ഹെഡിങ് കാണും, അതിന്റെ കുറച്ച് താഴോട്ട് മറ്റൊരു സാധനം കാണും. എന്നിട്ട് ഇങ്ങനെ എന്തിനാന്ന് അറിയാമോ? എന്നാൽ നമ്മൾ ടെക്സ്റ്റ് ആടാൻ പഠിച്ചപ്പോൾ ഇങ്ങനെ അത് സംഭവിക്കരുത്. നോട്ടിൽ എഴുതിയാലേ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഒരു ഇത്ര കാണുള്ളൂ, ഒരു ഉത്തപ്പൂരം കാണും, അതിന്റെ ആൻസർ ഒരു പേജ് മൊത്തം കാണും. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ തരും ഇങ്ങനെ. എന്നിട്ട് അടുത്ത ദിവസം പഠിച്ചോണ്ട് വരെയും വേണം. ഈ 10 ക്വസ്റ്റ്യൻ പഠിച്ചോണ്ട് വരണം. പഠിച്ചില്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ 50 തൊട്ട് ഇമ്പോസിഷൻ തീർന്നു കഥ. എനിക്ക് ആ സമയത്ത് അയ്യോ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവസാനം കുറച്ചൊക്കെ ആയപ്പം ഒരു ഓണമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ കുറെ പാരന്റ്സ് വന്ന് പ്രശ്നമൊക്കെ ആക്കി. അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സെന്റ് മേരീസിൽ ഏറ്റവും കൂടുതൽ തകർത്തത് 10ാം ക്ലാസ് ആയിരുന്നു. പക്ഷെ എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തം സാറുമാരായിരുന്നു. എനിക്ക് ഒരു ടീച്ചറുണ്ട്, ഒന്നല്ല 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ടീച്ചർ മാത്രമേ കലിപ്പുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നല്ല കട്ട കമ്പനിയായിരുന്നു. എൻ്റെ ഓർമ്മ എനിക്ക് ഒരു ടീച്ചർ ഉണ്ടെന്നുള്ളൂ മലയാളത്തിൽ. എനിക്ക് ഫസ്റ്റ് മറ്റേ കെമിസ്ട്രിക്ക് മറ്റേ അയാളായിരുന്നു. അയാളുടെ പേര് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇരട്ട പേരാണെങ്കിൽ അറിയാം. അത് സെന്റ് മേരീസിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. മിക്ക സാറിനാണ് ഇരട്ട പേരുണ്ട്. മറ്റേ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറയാ, തുപ്പരെന്ന് പറഞ്ഞൊരു സാറുണ്ട്. കണ്ടാ അറിയായിരിക്കും. ചാർലി ചാപ്ലിനെ പോലെ മീശയൊക്കെ അയാള് ഞങ്ങക്ക് പകുതിയൊക്കെ ആയപ്പോ അയാൾ റിട്ടയർ ആയിപ്പോയി. എന്നിട്ട് പിന്നെ വേറെ ടീച്ചർ വന്ന്. ടീച്ചർ അവിടെ സെന്റ് തോമസിന്റെ അടുത്താണ് സെന്ററിന്ന്. ടീച്ചർ നല്ല കമ്പനിയായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ലിഫ്റ്റൊക്കെ തരും 10 പഠിച്ചിട്ട്. അപ്പോഴും അവർക്ക് മറ്റേ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവര് താമസിച്ചിറങ്ങത്തുള്ളൂ. ഞാൻ ബാൻഡ് റൂപൊക്കെ കഴിഞ്ഞ് ഞാനും താമസിച്ചിറങ്ങത്തുള്ളൂ. ഇപ്പൊ കേശവസരത്തൊക്കെ വല്ല നിൽക്കണ കാണാൻ ഇങ്ങോട്ട് കൊണ്ടാക്കി തരും. ടീച്ചറൊക്കെ നല്ല കമ്പനിയായിരുന്നു ആ സമയത്ത്. എനിക്ക് 10ല് എല്ലാ സാറുമാരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എസ്പെഷ്യലി എൻ്റെ ക്ലാസ് സാറും അജീസ് സാറും. ക്ലാസ് സാറ് ബിജു ഫിലിപ്പ് സാറ്, മാത്സ് സാറ് അജീസ് സാറ്, മലയാളം സാറ് മനോജ് സാറ്. ഇവരെയൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്.
അവരെ 3 ഞാൻ ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ് ജയിക്കാൻ കാരണം പുള്ളിക്കാരനാണ് ബിജു ഫിലിപ്പ് സാർ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തിരിഞ്ഞ് നടന്നതന്നെ. സാറേ അത് ബയോളജി ആയിരുന്നു. ബയോളജി. പക്ഷെ പുള്ളിക്കാരൻ എല്ലാത്തിലും നോക്കും. എന്നുവെച്ചാൽ ക്ലാസ്സിന്റെ അകത്ത് നിൽക്കുമ്പം സാറും വെളിയിലിറങ്ങിയാൽ നമ്മളെ തോളി കയറ്റി കിടക്കും. അതാണ് സാറ്. ആക്ച്വലി അങ്ങനത്തെ സാറുമാരാണ് ആവശ്യം. അല്ലാതെ ചുമ്മാ എല്ലാത്തിനും കയറി അടിച്ചും പിടിച്ചും നിങ്ങളൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. സാറ് എല്ലാവരുടെയും ഫാമിലി പ്രോബ്ലംസ് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് നീ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊന്നും സാറ് പറയത്തില്ല. നീ പാസ്സാവേണ്ട മാർക്കെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ എന്നേ സാറ് പറയത്തുള്ളൂ. അത് നല്ല രസമാണ്. സാറ് മലയാള സാറായാലും മാത്സ് സാർ അടിക്കത്തില്ല. പാവളങ്ങേര് പുഷപ്പ് എടുപ്പിക്കും. അങ്ങനെ പുഷപ്പ് എടുപ്പിക്കും. അങ്ങേര് എന്നുവെച്ചാൽ അടിക്കത്തില്ല. ഇന്നേ വരെ ക്ലാസ്സിൽ വടി കൊണ്ടുവന്നിട്ടില്ല അങ്ങേര്. എന്റെ പറഞ്ഞ ഇന്നേ വരെ വടി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഒരു ദിവസം മറ്റേ മാത്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു. മറ്റേ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്, അരിത്തമാറ്റിക് പ്രോബബിലിറ്റി ഉണ്ട്. അരിത്തമാറ്റിക് സീക്വൻസിന് AS എന്ന് എഴുതും, മറ്റേന് AP എന്ന് എഴുതും. ഇതെനിക്ക് ഇത് ഓർമ്മ തിരിഞ്ഞു പോയി. എന്നിട്ട് നോട്ട് കറക്റ്റ് ചെയ്തപ്പം അത് ആ പേജ് മൊത്തം ഞാൻ അങ്ങനെയാണ് ASന് പകരം AP എഴുതി വെച്ചു. സാറ് അത് എന്തോ പോലത്തെ എന്തോ അങ്ങനെയായിരുന്നു. മറ്റേ മാത്സിന് തന്നെ ഇൻട്രൊഡക്ഷൻ ഫുള്ള് തെറ്റായിരുന്നു. സാറ് ഓരോ തെറ്റിനും 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞിട്ടെടുത്ത്. അയ്യോ, അന്ന് ഞാൻ പുഷപ്പൊന്നും എടുത്തിട്ടില്ല. അന്നേരം വലുതായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. അയ്യോ, ഒരു 10 കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചില കൈയൊക്കെ ഇങ്ങനെ അന്ന് നല്ല മെലിഞ്ഞുണങ്ങിയത്. ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് വന്നാ വെച്ച്, ഒരുപാടല്ല, ചെറുതായിട്ടൊന്ന്. എന്നെ ആക്ച്വലി ഒരു 6ാം ക്ലാസ്സിന് ശേഷമാണ് ആൾക്കാരെ കുറച്ച് കാണാനൊക്കെ തുടങ്ങിയത്. അവര് എല്ലാവരും 6ാം ക്ലാസ് ഞാൻ മെലിഞ്ഞ് തന്നെ ഇരുന്നിട്ടുള്ളൂ. എല്ലാവരും എൻ്റെ ഉണങ്ങിപ്പോയില്ല. ഞാൻ ആലോചിക്കും, ഞാനിപ്പോ വണ്ണം വെച്ചിട്ട് ഇവര് കണ്ടത്. സെന്റ് മേരീസ് ഒരു വേറെ ലോകമാണ്. പക്ഷെ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറെ കാലമൊക്കെ ഇറങ്ങിയിട്ടൊരു 4-5 വർഷമായില്ലേ നമ്മള് സെന്റ് മേരീസ്. 10 കഴിഞ്ഞ് നീ +2 വരെ. ഞാൻ +1+2 അവിടെ ആയിരുന്നു. ഞാൻ 10 കഴിഞ്ഞപ്പോ ഇറങ്ങി. 5 വർഷം. 5 വർഷം. ഞാൻ കോളേജ് 3 വർഷമായില്ലേ, 5 വർഷം. 2020 നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയ സമയത്തായിരുന്നു കൊറോണ. ലാസ്റ്റ് 3 പരീക്ഷ മാറ്റി. മനുഷ്യരെ പഠിച്ചോണ്ടിരുന്നപ്പോ പരീക്ഷ മാറ്റി വെച്ചു. കൊറോണ. അതും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. കെമിസ്ട്രി എന്റെ ബയോളജി ആണെന്നാണ് തോന്നുന്നത്. ബയോളജി, കെമിസ്ട്രി, അതായത് ഫിസിക്സും മാത്സും ഉണ്ടായിരുന്നു. അതെനിക്ക് ഫിസിക്സും മാത്സ് ഉണ്ടായിരുന്നു. എനിക്ക് കൊറോണ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് വരെ ഇന്ത്യയിലൊക്കെ പഠിച്ചോണ്ടെങ്കിലും ഇരുന്നു. കൊറോണ എന്ന് വെച്ചാൽ പിന്നെ ബുക്ക് പോലും തുറന്നു നോക്കിയിട്ടില്ല. പക്ഷെ കൊറോണ സമയത്ത് ഫസ്റ്റ് കുറച്ചാണ് ഞാൻ പെട്ടുപോയി. അത് കുറച്ച് എനിക്ക് പിന്നെ കൊറോണ വന്ന്, ഇനി കൊറോണ വന്നിട്ടില്ല. അല്ല, എനിക്ക് കൊറോണ വന്നതില്ല. ഞാൻ കൊറോണ സമയത്ത് അത് കൊറോണ 10ല് ചെറിയൊരു കണക്ഷൻ പൊട്ടിപ്പോയി. ചെറിയതായിട്ടൊരു കണക്ഷൻ പൊട്ടി. ഞാൻ ഓർക്കുന്നു. അയ്യോ, അവളൊരു ഇത് കാണുമ്പോ ഞാൻ കട്ട് ചെയ്യും, പേടിക്കണ്ട. അല്ല, അങ്ങനെ കട്ട് ചെയ്യത്തില്ല, ചെറുതൊക്കെ കുറച്ച് കണക്ഷൻ പൊട്ടിയിട്ട് ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അത് എക്സാമിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെ ആനുവൽ ഡേയും വാലന്റൈൻസ് ഡേയും ഒരേ സമയം. ആ സമയമായിരുന്നു. ആനുവൽ ഡേ ഫെയർവെല്ലായിരുന്നു. ഫെയർവെൽ. അയ്യോ, എന്റെ ബന്ധുക്കളെ കാണാൻ പറ്റുക. അല്ല, ഇത് എന്റെ ബന്ധുക്കളെ കാണാൻ പറ്റുക. അത് കുഴപ്പമില്ല. ചെറിയൊരു കണക്ഷൻ. അതിപ്പം കോണ്ടാക്ട് ഒന്നുമില്ല. മേടിക്കാൻ അവര് ഇങ്ങനെ ചെറുതായിട്ട് കണക്ഷൻ പൊട്ടിയിട്ട് കുറച്ച് ഇതായിരുന്നു. കുറച്ച് ഞാൻ ഡൗൺ ആയിപ്പോയ സമയം. എനിക്ക് എക്സാം ടൈമൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴേ മറ്റേ പ്ലസിനും അവന്മാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഇത് ഓക്കെ. അവസാനം ഇതൊക്കെ ആയിട്ട്
കൊറോണ വന്നപ്പോ വീണ്ടും പെട്ടുപോയി. സാധനം വെളിയിലേക്ക് വീടിന്റെ അകത്ത് ഇത് മാത്രം ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കണം. മുടിയൊക്കെ വളർത്തി ചുമ്മാ താടിയൊക്കെ അന്ന് ഇല്ല എന്ന് വെച്ചാല് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വരും. അതാണ് വേറെ പ്രശ്നം. നേരെ ആ സമയത്ത് ഫോട്ടോ ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഇട്ടിരിക്കുക. നീ കണ്ടിട്ടുണ്ടോ തോന്നുന്നു ആ സമയത്ത്? നീ ഇവിടെ വന്നോണ്ടെന്നല്ലേ താടിയൊക്കെ വീർത്ത് ഒരു റൗണ്ട് പോലെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു ടൈമൊക്കെ ഇപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോ പിന്നെ ഓക്കെ ആയി. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഓവർ തിങ്ക് ചെയ്യുമായിരുന്നു ഞാൻ. അങ്ങനെ അതിപ്പോഴും ഉണ്ട് ഓവർ തിങ്കിങ്. ഒരാവശ്യമില്ലെങ്കിലും ഓവർ തിങ്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. രാത്രി കിടക്കുമ്പോഴൊക്കെ പ്രശ്നം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡിപ്രഷൻ ഫ്യൂച്ചർ അത് ഇത് അത്ര നേരം ഒരു ഒന്നും വരില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ഓടി വരും. മറ്റേ ഏതോ ഒരു വീഡിയോയിൽ കിടക്കുമ്പോ സ്ലീപ്പ് അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ പോയിട്ട് ബാക്കി അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാ ബാക്കി സ്ലീപ്പ് ഡിപ്രഷൻ അത് ഇത്. ഞാൻ പിന്നെ കൊറോണ സമയത്ത് ഫോണ് കിട്ടി. പിന്നെ ഫ്രീ ഫയറും കളിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടപ്പായിരുന്നു. ഞാൻ പിന്നെ 8 വരെ ഇവിടെ ഉണ്ടെന്നുള്ളൂ. 9, 10 അമ്മമ്മയുടെ വീട്ടിലാണ്. അമ്മമ്മയുടെ വീട് വട്ടിയൂർക്കാവ്. അവിടെ ആയിരുന്നു. ആക്ച്വലി ഇത് വേറൊരു സെഗ്മെന്റ് ആയിട്ട് വെക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെന്റ് മേരീസ് കാരണം അത് പറഞ്ഞറിയാം. അത് കുഴപ്പമില്ല, പറഞ്ഞറിഞ്ഞു പോവാം. എന്തൊക്കെയാണ് സെന്റ് മേരീസ് പറഞ്ഞ തീരൂല. അയ്യോ അന്ന് 3 വർഷമൊക്കെ എണ്ണി അന്നത്തെ ഫാദർ ജോൺ സീസി ആയിരുന്നു. പുള്ളിക്കാരൻ വേറൊരു ലുക്കാണ്. കലിപ്പാണെങ്കിലും കാല് മുണ്ടിന്റെ കുരുങ്ങി ഇങ്ങനെ ആക്കി അമ്മനെ ശ്രദ്ധിക്കാൻ പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അങ്ങനെയായിരുന്നു. അങ്ങനെ കാര്യമൊക്കെ നല്ലൊരു പ്രിൻസിപ്പാൾ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് നല്ല പ്രാവുമായിരുന്നു. പക്ഷെ പോയതിന് ശേഷമാണ് അങ്ങേര് ഇത് അങ്ങേരെ കാണുമ്പോഴേ ഞാൻ ഇറങ്ങി ക്ലാസ്സിൽ കയറും. വെളിയിൽ നിൽക്കണമെങ്കിൽ ഞാൻ വേർക്കും. ഇവിടെ മൊത്തം വേർപ്പ് ചൂട്. ഇവിടെ ഫാനും ഇല്ല, ഒന്നുമില്ല. ഞാനാണെങ്കിൽ ആ ജനൽ അടക്കുകയും ചെയ്തു. അത് മറ്റേ വീഡിയോയില് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. ആ ജനലങ്ങ് അയ്യോ ആ വീഡിയോ അതാര് പറഞ്ഞ വിഷ്ണു പറഞ്ഞു നിങ്ങൾ ആ കണ്ണാടി മാറ്റണം കേട്ടാ ഭയങ്കര തിളക്കമൊന്നും. ആക്ച്വലി അത് തിളക്കമല്ലായിരുന്നടാ, അത് ഈ അവിടെ നിന്നുള്ള റിഫ്ലക്ഷൻ അടിക്കുന്നതാ. വെളിയിൽ ക്യാമറ ഈ ഒരു സൈഡ് വെച്ചിട്ട് അങ്ങോട്ടാണ് നമ്മൾ നിന്നത്. ഇവിടെ ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഇരിക്കുന്ന ഈ സൈഡ് പോസ്റ്റിൽ എന്തിനാ പറഞ്ഞില്ലേ? ഇൻസ്റ്റയുടെ പോസ്റ്റിന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ അല്ലല്ല, ഞാൻ മറ്റേ റിവ്യൂ ചെയ്ത റിവ്യൂ നീ ഒറ്റയ്ക്ക് ചെയ്ത. ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ട് ട്രൈപോഡ് ഇവിടെ വെച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് ആ സമയത്ത് ജനൽ ഞാൻ ഇത് ഇപ്പൊ കാർബോർഡ് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പൊ കാർബോർഡ് വെച്ച് അടച്ചിട്ടിട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ജനൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ കണ്ണിൽ എടുത്തെടുത്ത് കണ്ണൊക്കെ നീറുന്നത്. പിന്നെ ജനൽ അടച്ചിട്ടപ്പോ പറ്റിയ സീൻ ഇട്ടാ. പക്ഷെ കണ്ണൊരു മാതിരിയാണ് ഭയങ്കര വിളിച്ചടിച്ചോണ്ട് അടച്ചിട്ടാലും നല്ല വെളിച്ചം വരും. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ ഞാൻ ഗ്ലാസിന്റെ പേര് ഓർത്ത് അങ്ങനെ എടുത്തോണ്ടെന്ന് വെച്ചപ്പം അത് തിളങ്ങും. പക്ഷെ കണ്ണ് അതിനേച്ചാണ് നീ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചത്. കൂളിംഗ് ഗ്ലാസ് എടുത്തത്. എനിക്കത് വീഡിയോ പിന്നെ ഞാൻ ഒന്നേന്ന് എടുത്ത് ഏകദേശം പകുതി എത്തിയപ്പോഴേ കണ്ണ് നീർ തുടങ്ങി. പിന്നെ വീണ്ടും വന്നിരുന്ന് ഒന്നേന്ന് എടുത്ത് ഞാൻ. സമയം എത്രയാണെന്ന് സമയം അരിഫോണി വലിയ സമയം 11:30. ഇവിടെ തന്നെ ഫോൺ. അതൊരവസ്ഥയായി. എൻ്റെ 5 വർഷത്തെ
ഇവന്റെ ഫോണിന്റെ മേൽഭാഗമൊന്നും ഇല്ല ആക്ച്വലി. ഈ ഭാഗത്ത് ഒന്നുമില്ല അവിടെ. അത് അതിന്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. മദർ ബോർഡ് ഉണ്ട്. മദർ ബോർഡില്ല ഫോണ്. അല്ല മദർ ബോർഡ് കാണാന്ന്. കൊറോണക്ക് ഓൺലൈൻ ക്ലാസ്സിന് ചേട്ടൻ എന്ത് തന്നതാണ്? ഞാൻ ആ സമയത്ത് മറ്റേ ഇതെടുത്ത് പോക്കോ. പോക്കോ. അന്ന് ഞാൻ ഇതിന്റെ എന്തോ ഒരെണ്ണത്തിന്റെ വർക്കിന് പോയിട്ട് പൈസ കിട്ടി. പിന്നെ കൊറോണത്തിനെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി. എന്നുവെച്ചാൽ അവന്മാരെ കൊടുക്കേണ്ട പൈസ ഒരു കമ്മീഷൻ ഞാൻ അടിച്ചു. അത്ര എന്നുവെച്ചാൽ അവന്മാരെ കൊണ്ടുപോയത് ഞാൻ. അങ്ങനെ കുറച്ച് കമ്മീഷൻ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് 10 രൂപ എന്തോണ്ടായിരുന്നു. 10,000 രൂപയ്ക്ക് ഇതെടുത്ത് പോക്കോ M3. ആക്ച്വലി M2 എടുക്കാൻ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ അപ്പോഴ് +2 അല്ലല്ലോ 10 കഴിഞ്ഞ് +1 കയറിയ സമയത്ത് ആണ് M2ന്റെ റിലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല കിടിലൻ ഫോണായിരുന്നു അത്. അപ്പോഴേ അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വേറെ നിനക്ക് അറിയാം മറ്റേ അവിടെ താഴെ വേറെ റെസ്റ്റോറൻറ്റ് അറിയാമോ? മില്ലിന്റെ അവിടെ നിന്ന് മേളിലോട്ട് മെലിഞ്ഞിട്ട് അവൻ തന്നെ മറ്റേ മുടി വിടുന്ന മാമന്റെ അവൻ ഇതേപോലെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പം പോക്കോ M2 കിടക്കണം. കൊള്ളാം. 10,000 രൂപ. അന്ന് അത് 8,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പോഴേ 5,000 രൂപ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇത് എടുക്കട്ടെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു വേണ്ട, നിനക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ഒരു ഫോണുണ്ട്, ഒരു ഫോൺ വീട്ടിലുണ്ട്. അത് ഏത് ഫോൺ? അല്ല പിന്നെ ഒരു ഫോൺ എന്തോ വീട്ടിലുണ്ടായിരുന്നു. അത് ചേട്ടൻ എന്തോ തന്നതാ ഇത് ഓൺലൈൻ ക്ലാസ്. എന്നിട്ട് ആ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഒരു ഫോണിന്റെ ആവശ്യമുള്ളൂ, ഇനി വേറെ ഒന്നും വാങ്ങിക്കണ്ട. മറ്റേ വിവോ. വിവോ അത് വിവോ. അമ്മ പറഞ്ഞ ഒരു ഫോണിന്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല. എനിക്ക് രാവിലെ ട്യൂഷൻ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം അവന് ക്ലാസ് ഉണ്ട്, അനിയന് ക്ലാസ് ഉണ്ട്. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ് അവൻ 8-ലായിരുന്നു. അപ്പൊ കെയർ ചെയ്തോളൂ. എന്റെ അവിടെ ടെക്നിക്കൽ സ്കൂളിൽ കെയർ ചെയ്തോളൂ. അങ്ങനെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഇപ്പൊ എന്റെ ഇത് കഴിഞ്ഞ എന്റെ സെക്ഷൻ ആ ഫോൺ ചാർജ് ഇട്ടിട്ട് ഉപയോഗിച്ചാൽ നല്ല ഹീറ്റാണ്, എന്നിട്ട് ഓഫ് ആവുന്നത്. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവന്റെ ക്ലാസ്. ഒരു അരമണിക്കൂറിന്റെ എന്തോ ഇതേ ഉള്ളൂ. ഇപ്പം ഫോൺ ചാർജ് ആകത്തില്ല, ചാർജ് ചെയ്യും. ഇവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന്മാർക്കും ജോലിയുണ്ട്, അവർക്ക് വേറെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക്. അപ്പൊ ഞാൻ എന്താ രാവിലെ 5 മണിക്ക് എണീച്ച് 5 മണിക്കോ 6 മണിക്കോ എന്താണ് ട്യൂഷന്റെ ഓൺലൈൻ ക്ലാസ്. ഞാൻ ചാൻ്റെ വീട്ടിൽ പോകും. അപ്പുറത്തായിരുന്നു ചാൻ്റെ വീട്. അവിടെ പോയിട്ട് ഫ്രണ്ട് ചാൻ്റെ ലാപ്ടോപ്പ് മേലെ വെച്ചിരിക്കും. ഞാൻ ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നേരെ മേലെ കയറി ലാപ്ടോപ്പ് ഇരുന്ന് ഉപയോഗിച്ചോണ്ടിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർക്ക് എന്തോ രാവിലെ ആവശ്യം തുടങ്ങി. അപ്പോൾ പിന്നെ പറ്റത്തില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ എപ്പോഴാണ് ഈ ഇലക്ഷൻ്റെ അല്ല വേറെ എന്തോ എൻ്റെ വർക്കാണെന്നോണ്. വേറെ എന്തോ എൻ്റെ വർക്കിന് പോയി കുറച്ചും കൂടെ പൈസ 10-12,000 രൂപ അടുപ്പിച്ച് കയ്യിരുന്ന സമയത്ത് ഇതേപോലെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കുറെ ടൈം എടുക്കും. അവർക്ക് ഇപ്പോഴൊന്നും മനസ്സിലായി. നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യം അവരൊരു 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് എന്നാ നീ അത് ചെയ്തോ എന്ന് പറയും. ആ സമയത്ത് ഞാൻ അമ്മയടുത്ത് അതിന് മുമ്പ് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ഫോൺ കൂടെ വാങ്ങിക്കണം, 2 പേർക്കും കൂടെ പറ്റൂല എന്ന് പറയും. എന്നുവെച്ചാൽ ചേട്ടന്മാർക്ക് ഇതേപോലെ എന്തോ ആവശ്യം വന്നപ്പം ഞാൻ പിന്നെ എനിക്ക് രാവിലെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് അപ്പോഴേ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു ഫോൺ കൂടെ വാങ്ങിയത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഒരു ഫോണിൻ്റെ ആവശ്യമില്ല. നിനക്ക് ക്ലാസ് കയറുന്നത്? ഇല്ല വേണ്ട ഞാൻ കയറില്ല. എന്നിട്ട് അമ്മ ഇങ്ങോട്ട് നിർബന്ധിച്ച് ഫോൺ വാങ്ങിക്കാൻ. എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് 3 ദിവസം നിർബന്ധിച്ചോളൂ, അമ്മ ഇങ്ങോട്ട് ഒരാഴ്ചയായിട്ട് നിർബന്ധിച്ച്. എന്നുവെച്ചാൽ അന്ന് പോക്കോ M2 ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും പറയും പോക്കോ മദർ ബോർഡ് അടിച്ചു പോകും മറ്റേത്. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നം എനിക്ക് തോന്നില്ല. M3 ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 2.5 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ലാതെ. അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വർഷമല്ല, അതിൽ കൂടുതൽ ഉപയോഗിച്ചു. 3 വർഷം ഉപയോഗിച്ചു. ഡെലിവറിക്ക് ഡെലിവറി സിയോ അവിടെ എന്താ പോയിക്കൊണ്ടിരുന്നപ്പോ തറയുന്നു ഫോൾഡർ ചെയ്യുന്നു ഊരി തറയുന്നു. എന്നുവെച്ചാൽ ഞാൻ അത് +1 എടുത്ത മൊബൈലാ. +1 +2 അവിടെ പോയിക്കൊണ്ടിരുന്നപ്പം
കിഴക്കേക്കോട്ടെ പഠിക്കാൻ നിൽക്കുന്നത് 3 വർഷം ഉപയോഗിച്ചു ഞാൻ ഫോണ്. എന്നുവെച്ചാ 3.5 ആയില്ലേ? 3.5 വർഷം അടുപ്പിച്ച് ഉപയോഗിച്ച്. പോളിയില് പോളിയിൽ വന്നോണ്ടിരുന്ന ഫസ്റ്റ് തുടക്ക സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നു. പൊക്കോണ്ടിരുന്ന സമയത്ത് എന്തിനാണ് നീ ഡെലിവറിക്ക് പോയി തറയി വീണത്? അവിടെ കയറുന്ന ആ സമയത്തൊന്നും ഞാൻ അല്ല, അത് പോയിട്ട് ഞാൻ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവിടെ പൊക്കോണ്ടിരുന്നതിനിടയ്ക്ക് എന്നിട്ട് പിന്നെ അത് ചാർജ് ചെയ്യാൻ ഞാൻ വന്നത്. പക്ഷെ അത് നല്ല കിടിലൻ ഫോണായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും അത് പോക്കോ വലിയ എന്നുവെച്ചാൽ ആ സമയത്ത് പോക്കോ ആർക്കും മറ്റേ ഒരു ഇതില്ലായിരുന്നു. ഹീറ്റ് ആവും, മദർ ബോർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മദർ ബോർഡ് പോകും. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ 3 വർഷം സുഖമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോണാണ്. ഒരു ഹാങ്ങും ഇല്ല, ലാഗും ഇല്ല, ഹീറ്റും ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാൻ അതിനെ ഉപയോഗിക്കാൻ പറഞ്ഞ അതിന്റെ ആത്മാവ് പറഞ്ഞവരെ ഞാൻ ഉപയോഗിച്ച് അത് അതിന് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തന്തയ്ക്ക് വിളിച്ചത്. അമ്മ അതിന് ഞാൻ ഉപയോഗിച്ച ഇത് എന്റെ കയ്യിൽ നിന്ന് വീണ് എന്റെ ഡിസ്പ്ലേ അടിച്ചു. ഇതിപ്പോ 2ാമത്തെ ഡിസ്പ്ലേ അതിന്റെ മണ്ടയിൽ അതും പൊട്ടി. ഇനി ഒരു പണി കിട്ടിയിട്ടാണ് എനിക്ക് ഒരെണ്ണം എടുക്കാൻ. അങ്ങനെ അത് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് iQOO Neo 7 Pro. ഇത് ആക്ച്വലി ഞാൻ ആ പൊട്ടിയ ഫോൺ വെച്ച്, അതായത് പോക്കോ തറ വീഴുന്ന പൊട്ടി, എന്നിട്ട് ഞാൻ അത് 2000 രൂപ കൊടുത്ത് സ്ക്രീൻ മാറ്റി അത് വലിയ ടച്ചൊന്നും എനിക്ക് വലിയ സുഖമൊന്നും തോന്നി. അപ്പം ഞാൻ വിചാരിച്ച ഈ ഫോൺ മാറ്റണം എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ ചെറിയൊരു സേവിങ്സ് ഉണ്ടായിരുന്നു, ഒരു 8000 രൂപ അടുപ്പിച്ചെന്തോ സേവിങ്സ് ഉണ്ടായിരുന്നു എൻ്റെ. ഞാൻ ആ വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എൻ്റെ മൈൻഡിലൊരു കാര്യം തോന്നി, ഇനി വാങ്ങിച്ചാൽ എന്തായാലും പോക്കോ ഞാൻ ഉപയോഗിച്ച്, അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള ഫോൺ എനിക്ക് മനസ്സിലായി, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടിയ ഫോൺ വെച്ചാൽ ആ സമയത്തായാലും ബാക്കി വെളിയിലോട്ടൊക്കെ നോക്കുമ്പം നമ്മളെ കയ്യിൽ ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു. വെളിയിലോട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ച് നല്ല ഫോണ് നമ്മളെ മാത്രം ഫോണാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് വീട്ടിൽ പറയാൻ വിചാരിച്ചാൽ വീട്ടിലെ അവസ്ഥ വൻ ശോകമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യത്തിലും വീട്ടുകാരെ പോയി താങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇതേപോലെ സ്വിഗ്ഗിയോടെ ഇറങ്ങി. അന്ന് അവിടെ കിഴക്കാക്കോട്ടെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഒരു 3 മാസം എനിക്ക് അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. 3 മാസം കൊണ്ട് അല്ല 2 മാസം അഡ്മിഷൻ്റെ ഗ്യാപ്പും 1 മാസം മറ്റേ ക്ലാസ്സിൽ കയറിയിട്ട് ഒരു ഇതുണ്ട്. വലുതൊരു ക്ലാസ് ഇല്ലായിരുന്നു അടുത്ത സ്റ്റാർട്ടിങ്ങിൽ എന്നുവെച്ചാൽ അന്ന് അതെനിക്കറിഞ്ഞ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ 3 മാസം കൊണ്ട് സ്ഥിരം സ്വിഗ്ഗിയോടെ പോകും. രാവിലെ പോവും, രാത്രി പോവും, ഉറക്കമില്ല, ഫുഡില്ല, അങ്ങനെ കിടന്നോടി. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഫുഡ് രാവിലെ കുറച്ച് കഴിച്ചിട്ട് പോകും. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ ഓടും, തിരിച്ചു വരും, ഫോൺ ചാർജ് ചെയ്യും, താഴെ ഇവന്മാരെ കൂടെ എന്തെങ്കിലും കുറച്ച് നേരം പോകും, വീണ്ടും ഒരു 7 മണിയാകുമ്പോൾ ഇറക്കും, ഒരു 11 മണി 11 വരെ വീണ്ടും ഓടും. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു, ഇങ്ങനെ ഓടി എന്നുവെച്ചാൽ നേരെ. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ രാത്രി വന്ന് ഫോൺ വീണ്ടും ചാർജ് ചെയ്തിട്ട് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ നോക്കും. എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും. വീണ്ടും രാവിലെ എണീക്കും, അമ്മയെ കൊണ്ടുവിടും, തിരിച്ചടുത്ത ഞാൻ വീണ്ടും സ്വിഗ്ഗിയോടെ അങ്ങനെ ഓടി. ഒരു 3 മാസം എന്തോ അങ്ങനെ ഓടി. 3 മാസം കൊണ്ട് 40,000 രൂപ ഉണ്ടാക്കി. സ്വിഗ്ഗി മാത്രം ഓടി 40,000 രൂപ ഉണ്ടാക്കി ഞാൻ. എന്നിട്ട് അമുക്ക് ടുമുകൾ അമാൾ